DA കുടിശ്ശിക ലഭിക്കണമെന്നാവശ്യപ്പെട്ട് IAS അസോസിയേഷൻ ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകി. കത്തിന്റെ പകർപ്പ് മുഖ്യമന്ത്രിക്കും കൈമാറി. 2023 ജൂലൈയിൽ DA കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ച 4% സംസ്ഥാന ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടില്ല. KR സാജു വിവരങ്ങൾ നൽകും. സാജു, എന്താണ് ഈ DA വൈകാനുള്ള കാരണം? എന്താണ് ഇപ്പോൾ ഈ അസോസിയേഷന്റെ നീക്കം? സൈഫുദ്ദീൻ, 2023 ജൂലൈയിലാണ് കേന്ദ്ര ജീവനക്കാരുടെ DA 42% നിന്നും 46% ഉയർത്തിയത്. രാജ്യത്തെ മറ്റെല്ലാ സംസ്ഥാനങ്ങളും ഈ നിരക്കിൽ IAS ഉദ്യോഗസ്ഥർക്ക് അടക്കമുള്ള ഓൾ ഇന്ത്യ സർവീസ് ഉദ്യോഗസ്ഥർക്ക് DA അനുവദിച്ചിരുന്നു. കേരളത്തിൽ മാത്രം ഇത് തടഞ്ഞു വെച്ചിരിക്കുന്നുവെന്നാണ് IAS അസോസിയേഷന്റെ പരാതി. ഇത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ചീഫ് സെക്രട്ടറിക്ക് IAS അസോസിയേഷൻ കത്ത് നൽകിയാണ്. കത്തിന്റെ പകർപ്പ് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിക്കും നൽകിയിട്ടുണ്ട്. 7 മാസമായിട്ടും കേന്ദ്രം പ്രഖ്യാപിച്ച DA സംസ്ഥാനം അനുവദിക്കാത്തതാണ് ഇപ്പോൾ IAS അസോസിയേഷനെ പ്രകോപിപ്പിച്ചത്. നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം അസോസിയേഷൻ ചീഫ് സെക്രട്ടറിയുമായി കൂടി ആലോചിച്ച ശേഷമാണ് ഈ കത്തിന്റെ പകർപ്പ് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിക്ക് നൽകിയിരിക്കുന്നത് എന്ന വിവരമാണ് ലഭിക്കുന്നത്. IAS അസോസിയേഷന്റെ നമ്മൾ കണക്കുകൾ നോക്കിയാൽ 42-ൽ നിന്നും 46 ഉയർത്തിയതിൽ ഉള്ള ആ വർദ്ധിപ്പിച്ച 4% മാത്രമാണ് 7 മാസമായുള്ള കുടിശ്ശികയുള്ളത്. അതേസമയം സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും 21% DA കുടിശ്ശികയുണ്ട്. അതും 3 വർഷമായി അങ്ങനെ കുടിശ്ശിക തുടരുന്ന സാഹചര്യമാണുള്ളത്. സംസ്ഥാന ബജറ്റിൽ ഇത്തവണ അനുവദിച്ച സംസ്ഥാന ബജറ്റിൽ 2% DA ഏപ്രിൽ മാസത്തെ ശമ്പളത്തിൽ നൽകുമെന്ന പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. പക്ഷെ അപ്പോഴും സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് 19% DA കുടിശ്ശിക തുടരുകയാണ് എന്നുള്ളതാണ് പ്രധാനമായുമുള്ള കാര്യം. അതിനിടയിലാണ് IAS അസോസിയേഷൻ അവരുടെ വർദ്ധിപ്പിച്ച DA കുടിശ്ശിക ഉടൻ ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകിയിരിക്കുന്ന കത്തിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത് കേന്ദ്ര സർക്കാരിന്റെ പ്രഖ്യാപനം രാജ്യത്തെല്ലായിടത്തും IAS ഉദ്യോഗസ്ഥർക്ക് അത് പ്രകാരമുള്ള DA ലഭിക്കുന്നുണ്ട്. പക്ഷെ കേരളത്തിൽ മാത്രം ലഭിക്കുന്നില്ല എന്ന വാദം കൂടി ഉയർത്തിക്കൊണ്ടാണ് അവർ കത്ത് നൽകിയിരിക്കുന്നത്. സൈഫുദ്ദീൻ. KR സാജുവാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.